ആ പരിശോധന നടക്കണം. അതിനെ മാത്രം നമുക്ക് ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇതൊരു പുതിയ സാഹചര്യമാണ്. ആ പുതിയ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖം ആഗോള ശ്രദ്ധ നേടുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ്. അതാ പ്രദേശത്തിൻ്റെയും കൂടിയും പ്രത്യേകതയാണ്. വിഴിഞ്ഞം കടലിനെ പോലെ ആഴമുള്ള കടൽ ലോകത്തെവിടെയുമില്ല. ഏത് കപ്പലിനും അവിടെ നങ്കൂരമിടാൻ കഴിയത്തക്ക നിലയിൽ അവിടെ വരികയാണ്. അപ്പോൾ അത് ആഗോള തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തുറമുഖമായി വിഴിഞ്ഞം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഈ നാടിൻ്റെ ഭാവിയേക്ക് കൂടി സഹായകരമായ നിലയായതുകൊണ്ട് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ നിലയിലുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ദേശീയപാതയുടെ വികസനം, തീരദേശപാതയുടെ വികസനം, മലയോര ഹൈവേ, ഇതെല്ലാം റോഡ് ഗതാഗതത്തിൻ്റെ പ്രശ്നങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഇന്ന് നിതിൻ ഗഡ്കരി ഇന്നലെ പ്രഖ്യാപിച്ചതുകൂടി വന്നു കഴിഞ്ഞാൽ 50,000 കോടിയുടെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം റോഡിലാണ്, പശ്ചാത്തല സൗകര്യത്തിലാണ്. അപ്പോൾ അതെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള തർക്കമില്ല. ആ സാഹചര്യത്തിൽ വേണം ഇപ്പോഴത്തെ വാഗ്ദാനങ്ങളെ പരിഗണിക്കേണ്ടത്. അതാണ് ഉള്ള പദ്ധതി. ആര് പറഞ്ഞു? സർക്കുലർ ഇറക്കിയിട്ടില്ല. തോള് പിരിക്കുമെന്ന് പറഞ്ഞില്ല. സർക്കുലർ ഞാൻ ഇറക്കിയിട്ടില്ല. ഞാനല്ലേ LDF കൺവീനർ. ഏത്? ഞാനിത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും വന്ന വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. വേറെ അതെല്ലാം പത്രത്തിലാണ് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ എല്ലാ പത്രവും ഞാൻ നോക്കിയിട്ടില്ല. ചാനലുകൾ എന്തെങ്കിലും ചർച്ച ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. എൻ്റെത് ഞാനത് പറയാം, ഉത്തരം പറയാം. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കല്ല, എല്ലാറ്റിനും ഞാൻ പറയാം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വരുമാന മാർഗം കണ്ടെത്തണമെന്ന് സർക്കുലർ ഉണ്ട്. ഞാൻ പറയാം. ഞാനതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ പോരെ? അപ്പോൾ പിന്നെ തെറ്റിദ്ധാരണ മാറില്ല. നിങ്ങൾ പിടിച്ചാടെ നിൽക്കല്ല. നിങ്ങൾ അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് പറയാൻ എന്നെ അനുവദിക്കും. ഞാൻ പറയാം. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൻ്റെ ഒരു ധാരണയില്ലാത്ത കാര്യം ഞാൻ സർക്കുലർ ഇറക്കാൻ പാടില്ലല്ലോ. ഇനി അങ്ങനെയാണ് ഞാൻ സർക്കുലർ ഇറക്കിയെങ്കിൽ എന്നെ തിരുത്താലോ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ വന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ സർക്കുലർ ഇറക്കി എന്നുള്ളത് ശരിയാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. കോഴിക്കോട് ജില്ല എടുത്ത് നോക്കിക്കോ. എത്ര വികസന പദ്ധതികളാണ് എൻ്റെ മണ്ഡലത്തിൽ, പേരാമ്പ്ര മണ്ഡലത്തിൽ 600 കോടിയിൽ പരം രൂപ കിഫ്ബി പദ്ധതിയിലൂടെ വിവിധ വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിൽ പകുതിയിലധികം വർക്ക് ഇപ്പോൾ ചിലത് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ പ്രവൃത്തി നടന്നു വരികയോ ചെയ്യുന്നു. ബാക്കിയുള്ളത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും, സാങ്കേതിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ പൊതുസ്ഥിതി. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരള വികസനത്തിൽ ബഡ്ജറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. എത്രയോ ഒരു ബഡ്ജറ്റിൻ്റെ ആകെ കാലാവധി 5 വർഷമാണല്ലോ വരുന്നത്. ഇത് 10, 15, 20, 25 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ 1, 2, 3 വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയാവുന്ന നിലയാണ് കിഫ്ബി പദ്ധതിയുടെ ഉപയോഗത്തിലൂടെ വരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ ഇൻഫ്രാസ്ട്രക്ചർ, പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കിഫ്ബിയുടെ കിഫ്ബി വഴി ഉണ്ടാക്കുന്ന പണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കടത്തിൻ്റെ ബാധ്യതയിൽപ്പെടുത്തുകയാണ്. അത് വരുമ്പോൾ ഇത് സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കോടതിയുടെ മുമ്പിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കിഫ്ബി ഇത്രയും വലിയ തുക ചെലവഴിക്കുമ്പോൾ വൻകിട പദ്ധതികളിലൂടെ വരുമാന മാർഗം കൂടി തേടണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത വിഷയം. അതിൽ ടോളോ മറ്റ് വിഷയങ്ങളൊന്നും പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടോള് എന്ന് പറഞ്ഞത് നേരത്തെ ഒരു ആശയമാണത്. ആ ആശയത്തിലൊന്നും അവസാന തീരുമാനമെടുത്തില്ല. ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബിയുമായി ബന്ധപ്പെട്ട്
ധനസമാഹരണത്തിന് സഹായകരമായ നിലപാട് നയപരമായി എടുത്തു കഴിഞ്ഞാൽ അതെവിടെയെല്ലാം എങ്ങനെയെല്ലാം നടപ്പിലാക്കണമെന്നുള്ളത് പിന്നീട് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അത് ആ നിലയിലാണ് ഈ പ്രശ്നങ്ങൾ നമ്മളത് കൈകാര്യം ചെയ്യുക. അതിൽ വേറെ വ്യാഖ്യാനം നടത്തി ദയവ് ചെയ്ത് ഈ നാടിൻ്റെ താല്പര്യങ്ങൾ തകർക്കുന്നതിന് ഇടവരുത്തരുത്. ഇതിൻ്റെ വസ്തുത ഇതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബാക്കി കാര്യം കൂടി പറയണ്ടേ.